വി.ഡി. സതീശൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ആദ്യം തെരഞ്ഞെടുത്തിട്ടുള്ളത് പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സാണ്. പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സ് വി.ഡി. സതീശന്റെ ഇന്റർവ്യൂ അഭിലാഷിന്റെ അടുത്ത് ഇന്റർവ്യൂ വരാത്തത്. അഭിലാഷ് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഞാനതിനെ മനസ്സിലാക്കത്രയാണ്. ഇത് അതെന്താണ് ഒരു നറേറ്റീവായിട്ട് നിന്നങ്ങ് പറയാണ്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഒരു ഇന്റർവ്യൂ എന്ന് ഭാവികൾ പറയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുൻനിര ചാനലുകൾക്ക് മുമ്പിൽ നരേന്ദ്രമോദി അങ്ങനെയല്ലേ ചെയ്യുന്നത്? നരേന്ദ്രമോദി അക്ഷയ് കുമാറിനെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്തിട്ടില്ലേ? സീരിയൽ കാണാൻ പറ്റുന്നില്ലെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. രമേശ് ചെന്നിത്തല സീരിയൽ കാണാതിരുന്നപ്പോ എന്താണ് സംഭവിക്കുന്നത്? അപ്പോഴൊന്ന് വന്നേക്കുന്ന വാർത്തയിൽ എന്താണ് ഇടത് സൈബറിൽ എന്താ പൊട്ടിത്തെറി അവിടെ പോയി ഇവിടെ പോയത്. ഞാൻ ഈ വാർത്തയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പൊട്ടിത്തെറിച്ച് പുറത്തു പോയെന്ന് പറയുന്ന ആൾക്കാരെ മൂന്നിനെയും വിളിച്ചു. 3 പേരും എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ അതിന്റെ ഭാഗമായി തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയും പൊട്ടിത്തെറിക്ക് കാരണമായ നികേഷിനെ വിളിച്ചു. നികേഷും പറഞ്ഞു അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. അപ്പം ഇടത് ഹാൻഡിൽ നിന്ന് ഇങ്ങനൊരു സാധനം വരുമ്പോൾ അതിനെ ഈ ഇരുണ്ട കാലം എന്ന് പറയുന്ന സാധനം വന്നപ്പോൾ അതിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണമാണെന്നാണ് അവർ പറയുന്നത്. ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അവർ അത്രയും ആ രീതിയിൽ വാച്ച് ചെയ്ത് ഇപ്പം ഇന്നിപ്പോ വന്നതാണ് സതീശൻ ഒരു പരാതി കൊടുക്കുന്നു. ഒരു സ്ത്രീ വന്നിട്ട് ഒരു അമ്മ വന്നിട്ട് ഒരു പരാതി കൊടുക്കുന്നു. ഒരൊറ്റ സെക്കൻഡ് അത് എത്ര പെട്ടെന്നാണ് അത് അവർ ക്യാച്ച് ചെയ്തു. അത് എത്തിക്കേണ്ട രീതിയിൽ 50 വാണം മുകളോട്ട് പോയി പൊട്ടിത്തിരുത്തണം വരെ ഉള്ള ക്ഷമയില്ലാതെ സതീശ് ആരാണെങ്കിൽ വിളിക്കുന്നു അയ്യോണ്ട് ആക്ഷൻ കാണിക്കുമ്പോഴേ അത് അതേപടി വരികയാണ്. നമ്മൾ കണ്ടല്ലോ ഷാഫി പിടിച്ച് CPM സൈബർ വിങ്ങിന്റെ പ്രത്യേക ക്യാമറകൾ സതീശനെ പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ആര്യ പറഞ്ഞത് എനിക്ക് തോന്നിയ ഒരു കാര്യം, അവരൊരു പുതിയ തന്ത്രം അങ്ങോട്ട് പരീക്ഷിക്കുകയാണ്. അവർ ആ തന്ത്രത്തിൽ നിൽക്കുമ്പോൾ ഇതിന് മറുപടി UDF വെക്കുമോ എന്നാണ് കാണേണ്ടത്.